നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. നിഫ്റ്റി ഒരു ട്രെൻഡ് നമുക്ക് അത് എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച് കണ്ടാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കുക. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഓപ്പൺ ചെയ്ത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. നിഫ്റ്റിയിൽ 25, 110, 120 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇവിടെയാണ് നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ്, അതായത് 110, 120. ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ക്യാൻഡിൽ ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. നമ്മൾ ഇപ്പോൾ പറയാറുള്ളതാണ്, ഓപ്പണിംഗ് ക്യാൻഡിൽ നമുക്ക് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ ട്രെൻഡ് വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരുന്നു. പക്ഷെ അധികം ഒരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിലും എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയിൽ ആ ഒരു ഫാൾ വന്നതിന് ശേഷം 25,065 സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് ബൗൺസ് ചെയ്തു. അപ്പൊ അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ ക്യാൻഡിൽ, അതായത് 25, 110 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ പിന്നീട് സപ്പോർട്ടായിട്ട് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലെ ആ ഒരു ഡയറക്ഷൻ വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് നിലനിർത്തിയിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതേ രീതിയിൽ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ വരും ദിവസങ്ങളായാലും മാർക്കറ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് റൈറ്റ് എൻട്രി ഇന്നത്തെ ഹൈ 25, 145, 145 റെസിസ്റ്റൻസ് കാണുന്നത്. 145 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി, ചെറിയ ടൈം ഫ്രെയിമിന്റെ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് വരുന്നത് 25, 210 റെസിസ്റ്റൻസ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ കേസ് 210 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും 210 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. 25, 210, 25, 233. നിഫ്റ്റിയിലും ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ശരിക്കും ആക്ച്വലി ഇതിന്റെ ടാർഗറ്റ് 25, 200, 230 റേഞ്ചിന്റെ അടുത്താണ്. ഈ ഒരു റേഞ്ച് ഒക്കെ എത്തുന്ന ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഇന്നത്തെ പോലെ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. മൂവ്മെന്റ് ഒരു കൺജസ്റ്റഡ് മൊമെന്റത്തിനായിരിക്കും സാധ്യത വരുന്നത്. ഞാൻ ഇവിടെ റൈറ്റ് സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. റൈറ്റ് സപ്പോർട്ട് ഇന്നത്തെ ലോറെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 25,065 സപ്പോർട്ട് വരുന്നത്. കാരണം ഈ ഒരു സപ്പോർട്ടിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് മാർക്കറ്റിൽ കിട്ടുള്ളൂ. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 25,065 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 25,080 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 25,080 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 25,065 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ നിന്നായാലും മാർക്കറ്റിൽ ചെറിയ ചെറിയ റെസിസ്റ്റൻസ് എൻട്രി എടുക്കാനല്ല, എന്നാലും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് ഈ ഒരു ഏരിയയിൽ ഏറ്റവും സേഫ്. 25,115 റെസിസ്റ്റൻസ്. ഏറ്റവും ബെസ്റ്റ് എൻട്രി സ്ഥലം ഈ ഒരു റേഞ്ചിനെ അടിസ്ഥാനമാക്കിയിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 25, 145 അടിസ്ഥാനമാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ റേഞ്ച് 25,065 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും അടുത്തൊരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യും. മാർക്കറ്റ് കുറച്ചൊരു സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ 25,030 സപ്പോർട്ട് വരുന്നത്. 30 താഴെ വന്നാലും 25,030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.